നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന ഏതാണ്ട് 6-7 പ്രമുഖ കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ്. ഇത് കൂടുതലും ഫ്രഷേഴ്സിനുള്ള അവസരമാണ്. ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ 26-ൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർ മാത്രമല്ല, ഒരു 24-ലും 25-ലും ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കുള്ള അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതും എഞ്ചിനീയേഴ്സ്, ബിടെക്, അതിൽ തന്നെ കോറുകാർക്ക് അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രാഞ്ചുകാർക്കുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ സയൻസുകാർക്ക് BSc, MSc, ഇതൊന്നും അല്ലെങ്കിൽ BCom, ഇങ്ങനെ വിവിധ ഡിഗ്രിക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒക്കെയുള്ള അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ചില അവസരങ്ങൾ അപേക്ഷ കാത്തിരിക്കേണ്ട, ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന അവസരങ്ങൾ. ഇപ്പോൾ കേരളത്തിന് വെളിയിലും ഒക്കെയുള്ള ഇങ്ങനെയുള്ള അവസരങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഒക്കെ ജോലി തേടാം. നമ്മുടെ ജോബ് സൈറ്റിലൂടെയും ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം സവാൻഡിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രമുഖമായിട്ടുള്ള ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. ഇവരുടെ ഹയറിങ് ട്രിവാൻഡ്രം, അതേപോലെ പൂനെ ലൊക്കേഷനിലേക്കാണ് നടക്കുക. ഇവിടെ അനലിസ്റ്റ് ട്രെയിനി എന്ന തസ്തികയിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, 2024-ലും 25-ലും 26-ലും ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ള ഡിഗ്രിക്കാര്, പ്രത്യേകിച്ച് BTech, അതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കല്, സിവില്, മെക്കാനിക്കലുകാര്, അല്ലെങ്കിൽ BScക്കാര്, BSc മാത്സ്, BSc കമ്പ്യൂട്ടർ, BCAക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന അവസരങ്ങളാണ്. മിനിമം 60% മാർക്സ് ത്രൂ ഔട്ട് അക്കാഡമിക്സ്, അതായത് 10ലും 12ലും ഡിഗ്രിക്കും ഒക്കെ 60% മാർക്ക് നേടിയിരിക്കണം. ബാക്ക്ലോഗ്സ് കാണില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. 2.2 lakh പെർ ആനം പ്ലസ് ക്യാബ് സൗകര്യവുമായിരിക്കും ലഭ്യമാകുക. റൊട്ടേഷണൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. ആദ്യം ഓൺലൈനിലൂടെ ഒക്കെ ട്രെയിനിങ് അവർ തല്ലും. 1 ഇയർ എങ്കിലും മിനിമം ഒരു സർവീസ് എഗ്രിമെന്റ്, ബോണ്ട് പോലെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ട്രിവാൻഡ്രത്തും പൂനെ ലൊക്കേഷനിലേക്കുമാണ് ഹയറിംഗ് നടക്കുന്നത്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ അറിയാവുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ 24-ലും 25-ലും 26-ലും പാസ് ഔട്ടുള്ള ഡിഗ്രിക്കാര്, പ്രത്യേകിച്ച് BTech, BSc, BCAക്കാർക്കൊക്കെ ആയിരിക്കും അപേക്ഷിക്കാവുന്ന അവസരമാണിത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് jobsbridge.com എന്ന സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം, ഇത് ആംഫിനോൾ FCI എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ്. നമ്മുടെ കൊച്ചിയിൽ പ്രവർത്തനമുള്ള ഒരു പ്രമുഖ കമ്പനിയാണ്. ഇവര് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 15-ാം തീയതിയും 16-ാം തീയതിയും ജൂണിലാണ്. 9:30 AM ഓൺവേർഡ്സ് നിങ്ങൾക്ക് ഇവരുടെ കൊച്ചി ഓഫീസിലേക്ക് വോക്ക് ഇൻ ചെയ്ത് അവസരങ്ങളിലേക്ക് എത്താം. ഇവിടെ അവസരം ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്നുള്ളതാണ്, അതായത് GET. പേരിൽ തന്നെയാണ് എഞ്ചിനീയേഴ്സിനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് BTech, അതിൽ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ECE, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ട്രിപ്പിളിക്കാർക്ക് അപേക്ഷിക്കാം. കെമിക്കൽ എഞ്ചിനീയേഴ്സിനൊക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. കൊച്ചിയിലേക്കായിരിക്കും ഈ ഒരു ഹയറിങ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതിന് മാത്രമല്ല, ഇനി വരാവുന്ന എല്ലാ വേക്കൻസിയുടെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. അല്ലെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് അതാത് കമ്പനിയുടെ പേര് പറഞ്ഞും ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. എന്നിട്ട് അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അത് എന്നിട്ട് വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. അടുത്ത കമ്പനിയിലെ അവസരം ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആപ്റ്റീവ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്കുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 16, 17 തീയതികളിലാണ്. 10:30 AM ഓൺവേർഡ്സ്. ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആപ്റ്റീവ് കണക്ഷൻ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ്, എറണാകുളത്താണ് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. ഇതൊരു ഗ്ലോബൽ ടെക്നോളജി പാർട്ട്ണർ ദാറ്റ് ഡെവലപ്സ് സേഫർ, ഗ്രീനർ ആൻഡ് മോർ കണക്റ്റഡ് സൊല്യൂഷൻസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവര് ഡിപ്ലോമക്കാരെയാണ് ഹയർ ചെയ്യുന്നത്. ഇലക്ട്രിക്കല് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ ഡിപ്ലോമക്കാരെയാണ് ഹയർ ചെയ്യുന്നത്. ഇവരുടെ എഞ്ചിനീയറിങ്, മോൾഡിങ്, അസംബ്ലി, മെയിൻ്റനൻസ് ഡിവിഷനിലേക്കാണ് ഹയറിങ് നടക്കുന്നത്. അപ്പം വോക്ക് ഇൻ ഇന്റർവ്യൂ 16-ാം തീയതിയും 17-ാം തീയതിയും ജൂണ് ഡിപ്ലോമക്കാർക്കുള്ള അവസരമാണ്. ഇനി അടുത്ത അവസരം നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ തന്നെ ഇത് സായ് എനർജി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയാണ്. ഒരു വമ്പൻ ഹയറിങ്, ഏതാണ്ട് 200-ലധികം ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. ഇതും ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി തസ്തികയിലേക്കാണ്. നോക്കുക, ഇത് എഞ്ചിനീയേഴ്സിന് മാത്രമല്ല, അല്ലാത്തവർക്കും അവസരമുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. 200-ൽ പരം ഒഴിവുകൾ. ഹയർ ചെയ്യുന്ന ഡിപ്ലോമക്കാരെയുണ്ട്, BTechകാരുണ്ട്, പ്രത്യേകിച്ച് മെക്കാനിക്കല്, കെമിക്കല്, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കല്,
ഇതുകൂടാതെ BSc MSc കെമിസ്ട്രിക്കാരെയും ഫിസിക്സുകാരെയും ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഹയറിംഗ് ആണ്. ഏതാണ്ട് 20,000 വരെയാണ് ശമ്പളം. ഇതും 2024-ലും 25-ലും 26-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം. 21 വയസ്സിനും 24 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. ഓൾ ഇന്ത്യ ബേസിസിൽ അവസരങ്ങളുണ്ട്. ഏതാണ്ട് 200-ലധികം ഒഴിവുകളാണ്. ട്രിച്ചിയാണ് ഇവരുടെ ബേസ് ലൊക്കേഷൻ എന്നുള്ള കാര്യം അറിയുക. അപ്പം സായി എനർജി ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി HCL ടെക്നോളജി, നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഇന്ത്യയിലെ ടോപ്പ് 5 IT കമ്പനികളിലൊന്നാണ് HCL എന്നുള്ളത്. ഇവരൊരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൊക്കേഷൻ സൂചിപ്പിക്കുന്നത് ലക്നൗ, നാഗ്പൂർ, മധുരൈ, വിജയവാഡ. നമുക്ക് അടുത്ത് മധുരൈ എന്ന ലൊക്കേഷനാണുള്ളത്. എന്നാൽ ഇവരൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്, നിയർ ബൈ ലൊക്കേഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഈ HCLന് പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഭാവിയിൽ തിരുവനന്തപുരത്തൊക്കെ നിങ്ങൾക്ക് ഈ സെലക്ഷൻ കിട്ടിയാൽ ജോലി ലഭ്യമായേക്കാം. ഇവരെ ഗ്രാജുവേറ്റ് ട്രെയിനിങ് ഗ്ലോബൽ സർവീസ് ഡെസ്ക് എന്ന തസ്തികയിലേക്കാണ് ഹയറിംഗ് നടത്തുന്നത്. 2024-ലും 25-ലും 26-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എനി ഗ്രാജുവേറ്റ്സ് എന്നാണ് പറയുന്നവ BSc, BCom, BBA, BCA, BA ഇതൊന്നും അല്ലെങ്കിൽ ബിവോക്കോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനോ ഒക്കെ അപ്ലൈ ചെയ്യാം. 60% മാർക്സ് 10th-ലും 12th-ലും ഡിഗ്രിക്കും ഒക്കെ നേടിയിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ HCLലേക്കുള്ള ഗ്രാജുവേറ്റ് ട്രെയിനി ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ സൂചിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് HCL ടെക് എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ഹയറിംഗ് ഡിജിറ്റൈഡ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയിലേക്കാണ് ഇവരെ ഹയർ ചെയ്യുന്നു. ഇവർ ഹയർ ചെയ്യുന്നത് ഹൈദരാബാദ് ലൊക്കേഷനിലേക്കാണ്. ഇവര് ഇംഗ്ലീഷും മലയാളവും അറിയാവുന്നവരെ ഹയർ ചെയ്യുന്നുണ്ട്, അല്ല ഇംഗ്ലീഷും മറ്റു ചില ലോക്കൽ ലാംഗ്വേജ് ഉള്ളവരെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 55,000 ആൾക്കാർ വർക്ക് ചെയ്യുന്ന വലിയ കമ്പനിയാണ് ഡിജിറ്റൈറ്റ്. ഏതാണ്ട് 40 കൺട്രീസിൽ പ്രവർത്തനമുള്ള കമ്പനിയാണ്. അപ്പോൾ ഹൈദരാബാദിലേക്കാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. 20,000 രൂപ ശമ്പളമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. അവർക്ക് വെർച്വൽ ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും സെലക്ഷൻ നടത്തുക. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പൊ നോക്കുക, ഏതായാലും ഒരു 6-7 കമ്പനികളിലെ ഫ്രഷർ അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഇതിന്റെ പേരിൽ ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ ഒന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.